ഹലോ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ക്യാരമൽ കേക്ക് പുഡിംഗ് ഉണ്ടാക്കിയാലോ? വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിലൊരു ക്യാരമൽ കേക്ക് പുഡിംഗ്. ഇതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിംഗ്. ആദ്യം തന്നെ കുറച്ച് പാലിലേക്ക് ഞാൻ ഇതുപോലെ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. കാരണം തിളപ്പിച്ച പാലിലോട്ട് ഡയറക്റ്റായിട്ട് ഇടാതെ കുറച്ച് പാലെടുത്ത് അതിൽ മിക്സ് ചെയ്ത് ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കട്ട പിടിക്കാതെ ഇരിക്കും. അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് പാൽ ആദ്യം ഇതുപോലെ 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ കൂടി ചേർത്തിട്ടൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കുന്നത്. ഇനി ഇതുപോലെ ഒന്ന് പാൽ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. പാൽ ഒരുവിധം നല്ലപോലെ ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച കസ്റ്റാർഡ് പൗഡറിൻ്റെ പാലുകൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. കാരണം കസ്റ്റാർഡ് പൗഡർ ചേർത്തുകൊണ്ട് ഒന്ന് കുറുകി വരും. അപ്പം ആ കുറുകുന്ന ടൈമിൽ ചിലപ്പോൾ അടുക്കി പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അതൊരുവിധം നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ച് വരുമ്പോഴേക്കും അതിന് വേണ്ട ആവശ്യത്തിനുള്ള മധുരം കൂടി ചേർത്ത് കൊടുക്കാം. എത്രത്തോളം മധുരം വേണോ അത്രയും മധുരം ചേർത്ത് അതുകൂടി ഇട്ട് നല്ലതുപോലെ ഇളക്കി ഒന്ന് കുറുക്കിയെടുക്കണം. ഒരുപാടങ്ങ് കട്ട പിടിക്കുന്ന രീതിയിൽ കുറുക്കിയെടുക്കരുത്. ചെറുതായിട്ട് ഇപ്പം അതൊന്ന് കുറുകി സെറ്റായിട്ടുണ്ട്. ഇതുപോലെ മാർബിൾ കേക്ക്, ഞാൻ ഇവിടെ മാർബിൾ കേക്കാണ് എടുക്കുന്നത്. ഇതുപോലെ കുറച്ച് കേക്ക് എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. എത്രത്തോളം ആവശ്യത്തിന് കേക്ക് വേണോ അത്രയും എടുത്തതിന് ശേഷം ഒന്നുകിൽ കട്ട് ചെയ്തെടുത്ത് മാറ്റാം, അല്ലെന്നുണ്ടെങ്കിൽ അതേപോലെ നമ്മളുടെ ആ കുറുക്കിലകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ കേക്ക് എടുത്ത് മാറ്റിയതിന് ശേഷം നേരത്തെ കുറുകാൻ വെച്ച പാലും കസ്റ്റാർഡ് പൗഡറും ഇതുപോലെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഒന്ന് കുറുക്കിയെടുക്കണം. ഒരുപാട് അങ്ങ് കുറുകി പോകരുത്. ഇതൊന്ന് തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടി ഒരു തിക്ക് പരുവാകും. അപ്പോൾ ഇതുപോലെ ഈ ഒരു പരുവത്തിന് അങ്ങോട്ട് കുറുക്കിയെടുക്കുക. കുറുക്കിയെടുത്തതിന് ശേഷം ഇതുപോലെ നമ്മൾ മാറ്റി വെച്ച മാർബിൾ കേക്ക് ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ ആവശ്യത്തിന് എത്രത്തോളം വേണോ അത്രത്തോളം ഒന്ന് ഇട്ട് കൊടുത്ത് ജസ്റ്റ് അതൊന്ന് മുക്കി വെക്കണം. മുക്കി വെക്കുമ്പോഴത്തേക്കിനും അത് പെട്ടെന്നൊന്ന് തണുക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും നമുക്കൊന്ന് സ്പൂൺ കൊണ്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് സ്പൂൺ കൊണ്ടൊന്ന് ഉടച്ചു കൊടുത്താൽ മതി. എന്നിട്ട് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കുമ്പോഴത്തേക്കിനും അത് ജസ്റ്റ് ഒരു ക്രീമി പരുവത്തിൽ കിട്ടിക്കോളും. ഇനി അതിന് വേണ്ട ക്യാരമലൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇതുപോലൊരു പാത്രം എടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്തിട്ട് അതിൽ ഒരു 1/4 ടീസ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് ഇച്ചിരി വിനീഗർ കൂടി ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് മെൽറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഒരുപാടങ്ങ് ബ്രൗൺ കളറാകാൻ നിന്നാൽ ഒത്തിരി കയ്പായി പോവും. അപ്പോൾ ഈ ഒരു പരുവത്തിലിട്ട് ഞാൻ ഇതുപോലൊരു പാത്രം എടുത്തിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുത്ത് ആ ചെറു ചൂടോടെ ഒഴിക്കണം. അല്ലെങ്കിൽ ക്യാരമൽ പെട്ടെന്ന് കട്ട പിടിച്ച് പോകും. കട്ട പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ അതൊന്നിനും കൊള്ളത്തില്ല. അപ്പോൾ ഇതുപോലെ പാത്രത്തിലോട്ട് ഒഴിച്ച് അപ്പം തന്നെ അതൊന്ന് റൗണ്ട് ചെയ്ത് സെറ്റാക്കി എടുക്കണം. അതുപോലെ തന്നെ ഇതുപോലെ കേക്കാണല്ലോ വേണ്ടത്. ഒരു ലെയർ കേക്ക് ആകുമ്പോൾ ഇതുപോലെ ഒരു ചെറിയ പാത്രം കൂടെ എടുക്കുന്നുണ്ട്. ആ പാത്രത്തിലൂടെ ഇട്ടിട്ട് ഇത് പെട്ടെന്ന് തന്നെ ഒന്ന് കറക്കി എടുത്താൽ ഒന്ന് മാറ്റി വെക്കാം. ജസ്റ്റ് ഒന്ന് തണുക്കാനായിട്ടൊന്ന് മാറ്റി വെച്ചാൽ മതി. അപ്പോൾ ഇതുപോലെ ഒന്ന് തണുത്ത് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സിയിലിട്ട് അടിച്ചെടുത്ത് നമ്മളുടെ മിക്സ് കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ചു കൊടുത്ത് ഒരുവിധം നല്ലൊരു കവറേജ് കിട്ടുന്ന രീതിയിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അത്യാവശ്യം നല്ലതുപോലെ അത് ഒന്ന് നിറഞ്ഞു നിൽക്കുന്ന രീതിയിൽ ഒന്ന് ഒഴിച്ചു കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ആ ചെറിയ പാത്രത്തിൽ നമ്മളൊന്ന് ക്യാരമൽ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതോടെ ഇതുപോലെ ഒഴിച്ച് മാവോട് ഒഴിച്ചിട്ട് ഒന്ന് മാറ്റി വെക്കാം. അത് ഇതുപോലെ ഒന്ന് നിറഞ്ഞൊന്ന് മാറ്റി വെക്കാം. ഇനി അത് അപ്പച്ചമ്പിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് ആവി കയറ്റി എടുക്കുമ്പോഴത്തേക്കിനും നമ്മുടെ ക്യാരമൽ കേക്ക് പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഞാനത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇതുപോലെ കേക്ക് പൊടിച്ചെടുത്തത് സൈഡ് ഫുള്ളും ഒന്ന് ഫില്ല് ചെയ്ത് വെക്കുന്നുണ്ട്. ഇപ്പം തന്നെ കാണാനായിട്ടൊരു കേക്കിൻ്റെ ഒരു മോഡൽ പോലെ ആയിട്ടുണ്ട്. ഇതുപോലെ ഒരു ലെയർ കേക്ക്. ഇതിനു വേണ്ടിയാണ് 2 പാത്രത്തിൽ ഇതുപോലെ ചെറുതായിട്ട് ഒഴിച്ചെടുത്ത് ആവി കയറ്റിയെടുത്തത്. അപ്പോൾ ഓൾമോസ്റ്റ് ഞാനിതെല്ലാം പൊടിയെല്ലാം ഇട്ട് ഒന്ന് ഫില്ല് ചെയ്ത് കവർ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ കേക്ക് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ക്യാരമൽ കേക്ക് പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഞാൻ ക്യാരമലിൻ്റെ ആ ഒരു ഇതോടെ സിറപ്പ് പൊടി അതിൽ മുകളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ തന്നെ കേക്കിൻ്റെ ഒരു ക്രീമി പരുവായിട്ടുണ്ട്. അപ്പോൾ ഒരു ഡെക്കറേഷന് വേണ്ടി ഇതുപോലെ ഞാൻ കുറച്ച് ബദാം കൂടി കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം ഒരു ഭംഗിക്ക് ആയിക്കോട്ടെ എന്ന് വെച്ചു. അപ്പോൾ അതുകൂടി കട്ട് ചെയ്ത് ഒരു ഡെക്കറേഷന് ഒരു ഭംഗിക്ക് വേണ്ടി വെച്ച് കൊടുത്തപ്പോഴത്തേക്കിനും കറക്റ്റ് ഒരു കേക്കിൻ്റെ ഒരു ഷേപ്പിൽ നമുക്ക് നമ്മുടെ ക്യാരമൽ കേക്ക് പുഡിംഗ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ആവശ്യാനുസരണം ഏത് ഷേപ്പിലാണോ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കത്തി കൊണ്ട് കട്ട് ചെയ്തെടുത്താൽ
കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്ക് കാരമൽ പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും അതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റുമാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റ.